Okay, next we are going to discuss the transfer section of Anther. ഈ കാണിച്ചിരിക്കുന്ന ഈ ഒരു ഫിഗറാണ് നമ്മുടെ ആന്തറിൻ്റെ ട്രാൻസ്ഫർ സെക്ഷൻ. നമ്മളൊരു ഫ്ലവർ എടുത്തിട്ട് ആന്തറിൻ്റെ സെക്ഷൻ എടുത്തു കഴിയുമ്പോൾ നമുക്ക് കിട്ടുക ഈ ഒരു ഷേപ്പിലാണ് കിട്ടുന്നത്. സോ ഇറ്റ് ഈസ് എ ടെട്രാഗണൽ സ്ട്രക്ചർ. ഓക്കെ, ദ ഷേപ്പ് ഈസ് എ ടെട്രാഗണൽ ഷേപ്പ് ആൻഡ് ഇറ്റ് ഈസ് എ ടെട്രാഗണൽ സ്ട്രക്ചർ. ദെൻ നമ്മൾ പറഞ്ഞു ബൈലോബ്ഡ് ആണ് ആന്തർ അല്ലേ. So there will be two lobes. This is one lobe and this is the second lobe. So there will be two lobes which are connected with the help of a connective. നടുക്കുള്ള ഈ ഒരു റീജിയൻ, നടുക്കുള്ള ഒരു റൗണ്ടഡ് റീജിയൻ കണ്ടല്ലോ, അതാണ് connective that connects the two lobes. Okay, so there will be two lobes, that is it is bilobed, and each lobe will have two microsporangia. അല്ലേ, ഈ ലോബിൽ ഒന്ന്, ഇവിടെ 2, then അടുത്ത ലോബിലാണ് 3, then 4. So total there will be 4 and each lobe will have 2 microsporangia. അതാണ് നമ്മൾ പറഞ്ഞ ഡൈതീക്കസ്. 2 തീക്ക ഉണ്ടെന്ന് പറഞ്ഞില്ല, ഓരോ ലോബിലും 2 തീക്ക വീതമുണ്ട്. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് നോൺ ആസ് ഡൈതീക്കസ്. സോ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 4 മൈക്രോസ്പൊറാഞ്ചിയ ലൊക്കേറ്റഡ് അറ്റ് ദ കോർണേഴ്സ്. കോർണേഴ്സിലാണ് മൈക്രോസ്പൊറാഞ്ചിയ ഉള്ളത്. ദാറ്റ് ഈസ് 2 വിൽ ബി പ്രസൻറ്റ് ഇൻ ഈച്ച് ലോബ്. ദെൻ ദീസ് മൈക്രോസ്പൊറാഞ്ചിയ വിൽ ഡെവലപ്പ് ഇൻ ടു പോളൻ സാക്സ്. ഈ മൈക്രോസ്പൊറാഞ്ചിയാണ് പോളൻ സാക്സ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ, മൈക്രോസ്പൊറാഞ്ചിയ ഡെവലപ്സ് ഇൻ ടു പോളൻ സാക്സ്. പിന്നെ ഇവിടെ ഈ 4th മൈക്രോസ്പൊറാഞ്ചിയയുടെ ഉള്ളിൽ നിങ്ങൾ കണ്ടോ മൈക്രോസ്പോർ മദർ സെൽസ്. ഓക്കെ, ഈ സെൽസ് കണ്ടോ മൈക്രോസ്പോർ മദർ സെൽസ്. സോ മൈക്രോസ്പൊറാഞ്ചിയ പോളൻ സാക്കായിട്ട് ഡെവലപ്പ് ചെയ്യും. ഓക്കെ, അപ്പം മൈക്രോസ്പൊറാഞ്ചിയയുടെ ഉള്ളിലുള്ള ഈ മൈക്രോസ്പോർ മദർ സെൽസ് എന്തായിട്ട് മാറും? പോളൻ ഗ്രെയിനായിട്ട് മാറും. ഓക്കെ, മൈക്രോസ്പൊറാഞ്ചിയ പോളൻ സാക്കായിട്ട് മാറും, മൈക്രോസ്പോർ മദർ സെല്ല് പോളൻ ഗ്രെയിനായിട്ട് മാറും. അപ്പോൾ പോളൻ സാക്കിൻ്റെ ഉള്ളിൽ പോളൻ ഗ്രെയിൻസ് വിൽ ബി പ്രസൻറ്റ്. ഓക്കെ, മൈക്രോസ്പൊറാഞ്ചിയ വിൽ ഡെവലപ്പ് ഇൻ ടു പോളൻ സാക്ക് ആൻഡ് the microspore mother cells inside the microsporangia will develop into pollen grains. ദെൻ ഈ തേർഡ് ഫിഗർ, ഇത് നിങ്ങൾ നേരത്തെ പറഞ്ഞ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത കാര്യം തന്നെയാണ് കേട്ടോ. സ്റ്റേമൻസിൽ ആൻറ്റർ ആൻഡ് ഫിലമൻ വിൽ ബി പ്രസൻറ്റ്. ദെൻ ഈ ഫിഗർ നോക്കുക. ഓക്കെ, സെക്കൻഡ് ഫിഗർ, ഈ ഫിഗർ ഇതിൽ ഒരു മെച്യൂർ ആയിട്ടുള്ള ആന്തറിനെയാണ് നമ്മൾ കാണിച്ചേക്കുന്നത്. ഓക്കെ, സോ വെൻ ആൻ ആന്തർ മെച്യൂവേഴ്സ്, ഇവിടെ ഈ ബ്രേക്കേജ് ഇല്ല, മുകളിലത്തെ ഫിഗറിലില്ല, ഇവിടെയാണ് ഒരു ബ്രേക്കേജ് നമുക്ക് കാണാം. ഓക്കെ, വെൻ ആൻ ആന്തർ മെച്യൂവേഴ്സ് some regions will break to release the pollen grains, which is known as the dehiscence of anther. Okay, dehiscence നമ്മൾ later അത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. So some regions of the anther will break to release the pollen grains. ഇത് മെച്യൂർ ആയിട്ടുള്ള ആന്തറിലാണ് ഈ പ്രോസസ്സ് നടക്കുന്നത്. Some portions of it will break to release the pollen grains and this process is known as dehiscence of anther. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആന്തറിൻ്റെ ട്രാൻസ്ഫർ സെക്ഷനിൽ പറയാനുള്ളത്. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മൈക്രോസ്പൊറാഞ്ചിയയുടെ സ്ട്രക്ചറാണ്. നമ്മൾ പറഞ്ഞു ഒരു സെല്ലിൽ 4 മൈക്രോസ്പൊറാഞ്ചിയ കോർണേഴ്സിലായിട്ട് ഒരു ആന്തറിൽ, ഓക്കെ, ഒരു ആന്തറിൽ 1, 2, then 3, 4 4 മൈക്രോസ്പൊറാഞ്ചിയ പ്രസൻ്റ് ആണെന്ന് പറഞ്ഞു. സോ ദീസ് മൈക്രോസ്പൊറാഞ്ചിയ ആർ സറൗണ്ടഡ് ബൈ 4 wall layers. Okay, so ഈ ഒരു സ്ട്രക്ചർ, ഈ റൗണ്ടഡ് സ്ട്രക്ചറാണ് മൈക്രോസ്പൊറാഞ്ചിയ ആൻഡ് ദീസ് മൈക്രോസ്പൊറാഞ്ചിയ ഈസ് സറൗണ്ടഡ് ബൈ 4 layers. Okay, so which are the 4 layers? The first one is epidermis. Okay, ഫസ്റ്റത്തെ ലെയറാണ് എപ്പിഡെർമിസ്. സെക്കൻഡ് ഈസ് എൻഡോത്തീഷ്യം. തേർഡ് വൺ മിഡിൽ ലെയേഴ്സ്. ഫോർത്ത് വൺ ടപ്പീറ്റം. ഈ ലെയേഴ്സ് ഈ നെക്സ്റ്റ് രണ്ടാമത്തെ ഫിഗറിൽ കൊടുത്തേക്കുന്നത് ഈ ലെയേഴ്സ് ഒന്നും കൂടി
ക്ലിയർ ആയിട്ട് കൊടുത്തേക്കുന്ന ഒരു ഡയഗ്രം ആണിത്. അപ്പോൾ ഈ ലെയേഴ്സ് നോക്കിയാൽ നിങ്ങൾക്കറിയാം, ഏറ്റവും ഔട്ടർ മോസ്റ്റ് ലെയറാണ് എപ്പിഡെർമിസ്. ഓക്കെ, ഈ ഔട്ടർ മോസ്റ്റ് ലെയറാണ് എപ്പിഡെർമിസ്. ദെൻ അതിൻ്റെ ഇന്നറായിട്ട് വരുന്ന ലെയറാണ് എൻഡോത്തീഷ്യം. ഓക്കെ, എപ്പിഡെർമിസിൻ്റെ ഇന്നറായിട്ട് വരുന്ന എൻഡോത്തീഷ്യം. പിന്നെ വരുന്ന 2 ലെയേഴ്സ്, അതാണ് മിഡിൽ ലെയേഴ്സ്. എൻഡോത്തീഷ്യം കഴിഞ്ഞ് വരുന്ന 2 ലെയേഴ്സും മിഡിൽ ലെയേഴ്സാണ്. ദെൻ അതിൻ്റെ ഇന്നറായിട്ട് വരുന്ന ഈ ഒരു ലെയർ, അതായത് ഈ ഔട്ടർ മോസ്റ്റ് ലെയർ ഉണ്ടല്ലോ, റെഡ് കളേർഡ് ന്യൂക്ലിയൈ ഉള്ള ഈ ഔട്ടർ മോസ്റ്റ് ലെയർ, ദിസ് വൺ ഈസ് ദ tapetum. So these are the 4 layers: epidermis, endothelium, middle layer and tapetum. Then regarding the function of these layers, the outer 3 layers, that is epidermis, endothelium and middle layers, okay, outermost 3 layers, their function is to provide protection and to help in dehiscence of anther to release pollen. അതായത് പ്രൊട്ടക്ഷൻ കൊടുക്കും, ഈ 3 ലെയേഴ്സും പ്രൊട്ടക്ഷൻ കൊടുക്കും. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഡെഹിസൻസ് ഓഫ് ആന്തർ അല്ലേ, പോളൻ ഗ്രെയിൻ മെച്വറായി കഴിയുമ്പം എന്താണ്, ആന്തർ പൊട്ടിയിട്ട് അതിൽ നിന്ന് പോളൻ ഗ്രെയിൻസ് റിലീസ് ചെയ്യുക, ആ പ്രോസസ്സാണ് ഡെഹിസൻസ്. സോ ഡെഹിസൻസിന് ഹെൽപ്പ് കൂടി ചെയ്യുന്നുണ്ട് ഈ 3 layers. They will give protection and also help in dehiscence of anther to release the pollen. The functions of first 3 layers: epidermis, endothelium and middle layer. Then the innermost layer, that is tapetum. Okay, tapetum, it nourishes the developing pollen grain. അതായത് മൈക്രോസ്പോർ മദർ സെൽസ് ടപ്പീറ്റത്തിനോട് ക്ലോസ് ആയിട്ടാണ് പ്രസൻ്റ് ആയിട്ടുള്ളത്. നോക്കിയാൽ അറിയാം, ദേ മൈക്രോസ്പോർ മദർ സെൽസ്, they will be present near to this tapetum, and this tapetum will provide nourishment to these mother cells from which the pollen grains are developed. Developing pollen grainsന് nourishment കൊടുക്കുക എന്നുള്ള ഫംഗ്ഷനാണ് tapetumന്. Then another thing is that the cells of tapetum contain dense cytoplasm and they will have more than 1 nucleus. Okay, tapetal cells, tapetumത്തിൻ്റെ ലെയറിലെ സെൽസിന് സൈറ്റോപ്ലാസം ഡെൻസ് ആയിട്ടുള്ള റിച്ച് ആയിട്ടുള്ള ഒരു സൈറ്റോപ്ലാസം പ്രസൻ്റ് ആയിരിക്കും. ആൻഡ് ഓൾസോ ദേ വിൽ ബി മൾട്ടി ന്യൂക്ലിയേറ്റഡ്, ഒന്നിലധികം ന്യൂക്ലിയസ് ഉണ്ടാവും ഒരു സെല്ലിൽ. സോ ഇതാണ് ടപ്പീറ്റൽ സെൽസിൻ്റെ സ്പെഷ്യാലിറ്റി. ഓക്കെ, they will have dense cytoplasm and more than 1 nucleus will be present. ഇനി നിങ്ങൾ ഈ സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ, അതായത് ഈ സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഇതിൻ്റെ ഇൻസൈഡായിട്ട് മൈക്രോസ്പൊറാഞ്ചിയത്തിൻ്റെ ഉള്ളിലായിട്ട് ഇവിടെ ഒരു സ്പോറോജീനസ് ടിഷ്യൂ വിൽ ബി present. Okay, sporogenous tissue will be present at the center of microsporangium, and this tissue contain homogeneous diploid cells. ഹോമോജീനസ് മീൻസ് എല്ലാ സെൽസും ഒരുപോലെ ആയിരിക്കും ഉണ്ടാവുക. ഡിപ്ലോയിഡ് ആയിട്ടുള്ള ഹോമോജീനസ് സെൽസ് പ്രസൻ്റ് ആയിട്ടുള്ള ഒരു ടിഷ്യൂ നടുക്കുണ്ടാവും, വിച്ച് ഈസ് നോൺ ആസ് സ്പോറോജീനസ് ടിഷ്യൂ, ആൻഡ് ദിസ് സ്പോറോജീനസ് ടിഷ്യൂ വിൽ ഹാവ് സ്പോറോജീനസ് സെൽസ്. സ്പോറോജീനസ് ടിഷ്യൂവിൽ